പോരാട്ടങ്ങളിലൂടെയും ചെറുത്തുനിൽപ്പുകളിലൂടെയും ഓരോ വനിതകളും നേടിയെടുത്ത വിജയത്തെയാണ് ഓരോ വനിതാ ദിനവും ആഘോഷമാക്കുന്നത്. അടുക്കളകളുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങിക്കേട്ടിരുന്ന സ്ത്രീകളുടെ ശബ്ദമിന്ന് ഭരണ സ്ഥാപനങ്ങളിൽ വരെ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം കിട്ടിയിരുന്ന സ്വാതന്ത്ര്യം ലോകത്തെവിടെയും ഇന്ന് സ്ത്രീകൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. യുദ്ധമുഖങ്ങളിലും സ്ത്രീകൾ സാന്നിധ്യം ഉറപ്പിച്ചത് അവരുടെ പോരാട്ട വീര്യം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും മാത്രമാണ്. അത്തരം കരുത്തരായ സ്ത്രീകളുടെ പട്ടികയിലേക്ക് എത്തുകയാണ് അതിർത്തി സുരക്ഷാ സേനയുടെ ആദ്യ സ്നൈപ്പറായ സുമൻ കുമാരി എന്ന ഹിമാചൽ പ്രദേശുകാരി. സബ് ഇൻസ്പെക്ടർ ആയിരുന്ന സുമൻ സെൻട്രൽ സ്കൂൾ ഓഫ് വെപ്പൺസ് ആൻഡ് ടാക്ടിക്സിലെ 8 ആഴ്ചക്കാലത്തെ സ്നൈപ്പർ കോഴ്സ് പൂർത്തിയാക്കിയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്നത്. സ്ത്രീകൾ എല്ലാ മേഖലകളിലും കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ കഠിനമായ പരിശീലനത്തിലൂടെ BSFൽ ആദ്യത്തെ വനിതാ സ്നൈപ്പറെ ലഭിച്ചിരിക്കുകയാണ്. CSW അവരുടെ ഔദ്യോഗിക പോസ്റ്റിൽ കുറിച്ചു. ഹിമാചൽ പ്രദേശിലെ മാണ്ഡി സ്വദേശിയായ സുമൻ ഒരു നിർധന കുടുംബത്തിലാണ് ജനിച്ചത്. പിതാവ് ഒരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു. ചെറുപ്പത്തിൽ സൈന്യത്തിൽ ചേരണമെന്നായിരുന്നു സുമന്റെ ആഗ്രഹം. അതിർത്തി സുരക്ഷാ സേനയിൽ ചേർന്ന സുമൻ പരിശീലന കാലയളവിൽ തന്നെ തന്റെ പോരാട്ടവീര്യം പ്രകടമാക്കിയിരുന്നു. ആയുധങ്ങൾ ഉപയോഗിക്കാതെയുള്ള യുദ്ധത്തിലും സുമൻ മികച്ച പരിശീലനം നേടിയിട്ടുണ്ട്. പഞ്ചാബിലെ ഒരു പ്ലാറ്റൂൺ കമാൻഡർ ആയിരിക്കെ അതിർത്തിയിലെ സ്നൈപ്പർ ആക്രമണത്തിന്റെ ഭീഷണിയെ തുടർന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് കോഴ്സിന് സുമൻ സന്നദ്ധത പ്രകടിപ്പിച്ചത്. സുമന്റെ നിശ്ചയദാർഢ്യം കണ്ട് കോഴ്സിൽ ചേരാൻ മേലധികാരികൾ അംഗീകാരം നൽകുകയായിരുന്നു. സ്നൈപ്പർ കോഴ്സ് എടുത്ത 56 പേരിൽ സുമൻ മാത്രമായിരുന്നു സ്ത്രീയായി ഉണ്ടായിരുന്നത്. സുമന്റെ ഈ നേട്ടത്തോടെ ഈ രംഗത്ത് കൂടുതൽ സ്ത്രീ സാന്നിധ്യം ഉറപ്പുവരുത്താൻ കഴിയുമെന്നാണ് സൈന്യം പ്രതീക്ഷിക്കുന്നത്.